ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വേളാങ്കണ്ണി യാത്രയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാനാമധുര ജംഗ്ഷനിലേക്കുള്ള എൻട്രി കണ്ടിട്ടുണ്ടാവും. നമ്മൾ എറണാകുളം ജംഗ്ഷൻ തുടങ്ങി മാനാമധുര വരെയുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ വീഡിയോ ഇട്ടത്. ഈ വീഡിയോയിൽ നമ്മൾ മാനാമധുര മുതൽ മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാരക്കുടി, അവിടുന്ന് തിരുവാരൂർ, അവിടുന്ന് നാഗപട്ടണം പോയിട്ട് റിവേഴ്സ് ചെയ്ത് വേളാങ്കണ്ണിയിലേക്ക് പോകും. ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ വേസ്റ്റാണ് കിടക്കുന്നത്. നമ്മൾ വേസ്റ്റ് ബിന്നിലിടുന്ന സാധനം. അങ്ങനെ മാനാമധുരൈ ജംഗ്ഷനിലേക്ക് എത്തി. മോസ്റ്റ്ലി നേരത്തെ പറഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം കിടക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇവിടെ റീഫില്ലിംഗ് ഉണ്ടാവും ചിലപ്പോൾ ലോക്കോന്. കാര്യം കൊല്ലത്തുനിന്ന് വർക്ക് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ വേളാങ്കണ്ണി പോയി തിരിച്ചും കൊല്ലം വരെ പോകാനുള്ളതാണ്. റീഫില്ലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ. മുമ്പും കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി കാണിക്കുന്നത്. മാനാമധുര വലിയ സ്റ്റേഷനാണ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുന്നത്. കൂടാതെ 2, 3, 4, 5 പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. ഒരു ദിവസം മൊത്തം ഇവിടെ 5 ട്രെയിൻ വരുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ മാനാമധുരയിലെത്തി. ഇവിടെയും വടയും സമൂസയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും കഴിക്കാൻ കാര്യമായിട്ട് കിട്ടുമെന്ന് വെച്ചിട്ട് ഒന്നുമില്ല ഇവിടെ. എന്തായാലും ഒന്ന് നടന്നു നോക്കാം. വളരെ യാദൃശ്ചികമായിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നതാണ്. അപ്പോൾ ഇതൊരു ഫ്ലൈറ്റ് കയറി വരുന്നു. (12424) പൊന്മലൈ ഡീസൽ ലൊക്കേഷൻ. ലോഡഡ് ബി സി തന്നെയാണ്. ഇവിടെ തന്നെ ക്രൂ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ മാനാമധുര ജംഗ്ഷനിൽ പുറപ്പെട്ടു. സമയം 11:08. ഇവിടെ ഒരു VLR ഉണ്ട്, വെജിറ്റേറിയൻ ലൈറ്റ് റിഫ്രഷ്മെൻറ്റ് റൂമ്. പണ്ട് ഇവിടെ നല്ല ഭക്ഷണം കിട്ടുമായിരുന്നു. സമയത്തൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ലഞ്ചിൻ്റെ സമയമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമല്ല. ഇതാണ് മാനാമധുരൈ ജംഗ്ഷൻ സ്റ്റേഷൻ. ഇവിടെ റെയിൽവേ കൺസ്യൂമർ ഡിപ്പോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡീസൽ ലോക്കോസിന് റീഫ്യൂവലിംഗ് ഉണ്ട്. ഉണ്ടോ, ഇവിടെ സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ ഇത് റീഫ്യൂവൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് മറുപുറം. നേരത്തെ വന്ന് കണ്ട BC തന്നെ. അതിനപ്പുറത്തൊരു ട്രാക്ക് മെയിൻ്റനൻസ് മെഷീൻ കിടക്കുന്നുണ്ട്. ആണ് റെസ്റ്റ് ഓഫ് ദ സ്റ്റേഷൻ. വലിയ സ്റ്റേഷനാണ് നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ കാര്യമായിട്ട് ട്രെയിനൊന്നും വരുന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ലൈനിലാണ്. നമ്മൾ ടുവേർഡ്സ് കാരക്കുടി പോകുന്ന മെയിൻ ലൈനിലാണ്. ഈ കാരക്കുടി മെയിൻ ലൈൻ എന്ന് പറയുന്നത് മാനാമധുരയിൽ നിന്ന് ട്രിച്ചിയിലോട്ട് പോകുന്ന ലൈനാണ്. മാനാമധുരൈ കാരക്കുടി ട്രിച്ചി പോകുന്ന ലൈനാണത്. മധുരയിലാണ്. അങ്ങനെ നേരെ പോയി നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു. നമ്മളവിടെ വൈഗൈ നദിയെ കടക്കുകയാണ്. കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. കാര്യം അപ്സ്ട്രീം ഒരു ഡാം പോലത്തെ ഒരു സ്ട്രക്ചറുണ്ട്. ചെക്ക് ഡാമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വെള്ളം കൊണ്ട് കാര്യമായിട്ട് വരാത്തത്. ഒന്ന് മാറി ദൂരമായിട്ടാണ് സ്ട്രക്ചർ. ചെറുതായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ
മാനാമധുരൈ ട്രിച്ചി ലൈനിലേക്ക് കയറി. ഈ ലൈനിൽ നമ്മൾ കാരക്കുടി വരെയാണ് പോകുന്നത്. അടുത്ത സ്റ്റോപ്പ് കാരക്കുടിയിലാണ്. കാരക്കുടിയിൽ നമ്മൾ റൈറ്റ് എടുത്ത് നമ്മൾ തിരുത്തുരൈപ്പൂണ്ടി വഴി നേരെ തിരുവാരൂർ പോയി കയറും. നമ്മളങ്ങനെ മാനാമധുരയിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് കാരക്കുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് ദേവക്കോട്ട റോഡ് സ്റ്റേഷൻ പാസ് ചെയ്തു. കുറച്ച് ഒരു നോൺ സ്റ്റോപ്പ് റണ്ണായിരുന്നു. ഞാൻ ഈ റൂട്ടിന് മുമ്പ് നന്നായിട്ട് കവർ ചെയ്തിട്ടുള്ള കൊണ്ടാണ് ഇപ്രാവശ്യം അവതാരം ചെയ്യുന്നത്. ജസ്റ്റ് കാരക്കുടി എത്തുകയാണ്. ഈ വഴിയിൽ കാര്യമായിട്ട് എവിടെ നിന്നും ഭക്ഷണമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ തിരുവാരൂർ എത്താണ്ട് ഫുഡൊന്നും കിട്ടാൻ തോന്നുന്നില്ല. മണി 12 ആവാറായിട്ടുണ്ട്. കാരക്കുടിയിലും ഫുഡൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് മുട്ടും തീരുന്ന ഏകദേശം 2-2.5 മണിക്കൂർ ഓടി തിരുവാരൂർ എത്തണം. തിരുവാരൂർ എത്തുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമായിരിക്കും. അതാണ് ഫുഡ് കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല. ഈ റൂട്ടിൽ കൂടി ഈ ട്രെയിനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കരുതണം കയ്യിൽ. ഫുഡ് കാര്യമായിട്ടൊന്നും തന്നെ വഴി കിട്ടില്ല. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിലാണ് പ്ലാറ്റ്ഫോം 3ലേക്ക് കയറുന്നത്. ഇതാണ് കാരക്കുടി ജംഗ്ഷൻ. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. ഇവിടെ റണ്ണിങ് റൂമും അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ക്രൂ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ നമുക്ക്. അവിടെ 4024 WDP 40 കിടക്കുന്നു ഗോൾഡൻ റോക്കിൻ്റെ. അതെനിക്ക് തോന്നുന്നു ഈ റൂട്ടിലുള്ള ഏക പാസഞ്ചർ ട്രെയിനായ തിരുവാരൂർ കാരക്കുടി പാസഞ്ചറാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് ഏതോ ഒരു പാസഞ്ചർ ട്രെയിൻ കിടക്കുന്നുണ്ട്. വിഴുപ്പുരം രാമേശ്വരം തിരുവാരൂർ കാരക്കുടി പാസഞ്ചർ തന്നെ. വാട്ടർ ബോട്ടിൽ ഇല്ലാണ്ട് വേറെ ഒന്നും വരുന്നില്ല. കൊട്ടയം കൊണ്ട് വരുന്നൊരു സമോസ ആയിരിക്കും, വേറെ ഒന്നും ഇല്ല ഇവിടെ. ഈ റൂട്ടിൽ വേറെ ഒരു ഭക്ഷണവും വരുന്നില്ല കേട്ടോ. അതേപോലെ സമോസക്കാരൻ മാത്രമുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇതിന് ഇലക്ട്രിക് ലോക്കോ ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇതിനൊരു ഇലക്ട്രിക് ലോക്കോ ആയിരുന്നു. ഇതിൻ്റെ ബോർഡും സിമിലറാണ്. പക്ഷേ ഇത് തിരുവാരൂർ കാരക്കുടി പാസഞ്ചറാണ് തോന്നുന്നത്. ഇത് ഇലക്ട്രിക് ലോക്കോ ആയതുകൊണ്ട് നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായി 11:58. സൈഡിലോട്ട് ആംബർ സിഗ്നൽ റൂട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ കാരക്കുടി ജംഗ്ഷൻ പ്ലാറ്റ്ഫോം 3യിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്.
ആ കേട്ടത് പുതിയതായിട്ട് കയറിയ ക്രൂവിൻ്റെ ബ്രേക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ആയിരുന്നു. നട്ടപ്പൊരി വലുതോടെ ബെഞ്ചിലിട്ടിരിക്കുന്നുണ്ടോ. വൈകുന്നേരങ്ങളിലൊന്നും ആൾക്കാർക്ക് സമയം കളയാനുള്ളൊരു പാർക്ക് പോലെ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ബ്രീഫ്ലി ഒന്ന് ട്രിച്ചി ലൈനിലോട്ട് കയറിയിട്ട് ഇറങ്ങുകയാണ്. നമുക്ക് പോകുന്ന ലൈൻ ഇലക്ട്രിഫൈഡ് അല്ല. നമ്മൾ പോകുന്ന ലൈന് ഡീസൽ ലൈനാണ്. ഇപ്പോൾ അവിടെ ഇലക്ട്രിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോയതാണ് ട്രിച്ചിയിലോട്ട് പോകുന്ന ലൈൻ. ആ പോകുന്നത് ട്രിച്ചി ലൈനാണ്. നമ്മൾ ട്രിച്ചി ലൈനിൽ നമ്മൾ ഈ യാത്ര ചെയ്ത് ഈ ലൈനിൽ നമ്മൾ ഇതിന് യാത്ര ചെയ്യേണ്ട ആദ്യമായിട്ടൊന്നും അല്ല, നമുക്ക് ഫ്രഷ് ഒന്നും അല്ല. ഈ ലൈനിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതേ ലൈനിൽ നമ്മൾ യാത്ര ചെയ്തത്. രണ്ടാമത്തെ പ്രാവശ്യം പകൽ വെളിച്ചത്തിൽ, അതിലാണ്ട് ഇരുട്ടത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ വേളാങ്കണ്ണി ടു എറണാകുളം എക്സ്പ്രസ് യാത്ര ചെയ്തില്ല. അന്ന് നമ്മൾ ഇതുവഴി തന്നെ പോയത്. ഇലക്ട്രിക് കമ്പികളും ഇലക്ട്രിക് പോളുകളും ഇല്ലാത്ത ലൈൻ വഴി പോകാൻ ഒരു രസം വേറെ തന്നെയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി പോകുമ്പോൾ ഞാൻ ഏറെക്കുറെ മുഴുവൻ ലെഫ്റ്റ് സൈഡായിരുന്നു കാണിച്ചത്. അന്ന് ഞാൻ പോയത് രാമനാഥപുരം സെക്കൻഡറാബാദ് സ്പെഷ്യൽ എക്സ്പ്രസ്സിനായിരുന്നു. അരന്താങ്ങി സ്റ്റേഷൻ. നിങ്ങൾക്ക് ജനറലോട്ടൊക്കെ കയറാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ റൂട്ടിൽ ട്രെയിനുകൾ വളരെ കുറവാണ്. അപ്പോൾ വരുന്ന ട്രെയിനുകൾക്കൊക്കെ നല്ല ഡിമാൻഡും ഉണ്ട്. ഇവിടെ ഒന്നും കഴിക്കാനൊന്നും കിട്ടില്ല കേട്ടോ, ഒന്നും കിട്ടില്ല. ഇവിടെ ആകെ ഒരു നാട്ടുപലഹാരം കടയുണ്ട്, വേറൊന്നുമില്ല. വേറെ ഭക്ഷണമൊന്നും കിട്ടില്ല ഇവിടെ. ഈ ബിസ്ക്കറ്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുള്ളൂ.
പിന്നെ ആരാണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ ട്രെയിൻ. അങ്ങോട്ടൊന്നും വലുതായിട്ട് തണലില്ല. ഭാഗ്യത്തിന് നമ്മുടെ കൊച്ച് കറക്റ്റ് തണലിൽ വന്നു നിന്നു. നമ്മുടെ ഡോറ്, അപ്പുറത്തെ ഡോറ് വെയിലത്താണ്. പോവായെന്ന് തോന്നുന്നു ഓൾറെഡി. കാരണം അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് പേരൊന്നും കയറാനൊന്നും ഉണ്ടായിരുന്നില്ല. പുറകിൽ കുറച്ച് പേര് കയറാനുണ്ടായിരുന്നുള്ളൂ. നിർത്തി വിട്ടു, ഒന്നുമില്ല ഇവിടെ. ആകെ ഒരു കുഞ്ഞ് സ്റ്റോളാണ് ഉണ്ടായിരുന്നത്. അവിടെ കുറച്ച് വാട്ടർ ബോട്ടിലും ബിസ്ക്കറ്റ് എന്തൊക്കെ കുറച്ച് പാക്കറ്റിലാണ് പറഞ്ഞുണ്ടായിരുന്നില്ല. കാരണം ഈ റൂട്ട് വഴി മര്യാദയ്ക്ക് ട്രെയിൻ സർവീസ് ഇല്ല. വലിയ ഇതൊരു പഴയ മീറ്റർ ഗേജ് റൂട്ട് അവർ കൺവേർട്ട് ചെയ്ത് ബ്രോഡ് ഗേജ് ആക്കി എടുത്താണെങ്കിലും ആകെ 1-2 ജോഡി ട്രെയിനുള്ളത് ഈ റൂട്ടിൽ. വേറെ കാര്യമായിട്ട് വണ്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് പട്ടുക്കോട്ടയിലേക്ക് എത്തുകയാണ്. ഇടയ്ക്ക് പേരാവൂരണി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പേരാവൂരണി എത്തുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. നല്ല ചൂട് കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി പേരാവൂരണി. നിർത്തി ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷേ ആ ഒരു സ്ലീപ്പ് ഇനർഷ്യയിലായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് വന്നില്ല. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുക്കുന്നത്, റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. ഒരു ഡെമോ എടുക്കുന്നുണ്ട്. തിരുവാരൂർ പട്ടുക്കോട്ട ഡെമോ ആണ്. പിന്നെ വൈകുന്നേരം തിരിച്ചു പോകത്തുള്ളൂ. ഇതാണ് സ്റ്റേഷൻ, നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. ഒരു ശകലം പോലും തണലില്ല, നല്ല അടിപൊളി വെയിലവിടെ. വണ്ടി പുറപ്പെടുകയെന്ന് തോന്നുന്നു. ഓൾറെഡി 1:09 പുറപ്പെട്ടു. നമ്മൾ പട്ടുക്കോട്ടയിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് അതിരാമപട്ടണം സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തിരുത്തുറപ്പൂണ്ടിയിലാണ് സ്റ്റോപ്പുള്ളത്. കോട്ടയം ഇവിടെ ഒരു വലിയ ഫ്രൈറ്റ് അൺലോഡിങ് യാർഡുണ്ട്. പിന്നെ മാത്രമൊക്കെ ഫ്രൈറ്റ് ഇവിടെ വരുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും യാർഡ് പണിത് വെച്ചിട്ടുണ്ട് അവർ. അപ്പം നമ്മളിപ്പോൾ നേരെ ടുവേർഡ്സ് ദി കടൽ, അതായത് കോസ്റ്റിനടുത്തേക്ക് നമ്മളിവിടെ നേരെ പോകുന്നത്. നേരെ കോസ്റ്റിനടുത്ത് പോയിട്ട് കോസ്റ്റിനടുത്തുനിന്ന് പിന്നെ തിരിഞ്ഞ് ടുവേർഡ്സ് കോസ്റ്റിന് പാരലായിട്ട് കുറച്ച് ദൂരം ഓടും നമ്മൾ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇൻലാൻഡ് പോകും. നമ്മളിപ്പോൾ ജസ്റ്റ് അതിരാമപട്ടണം എത്തണം. ഇതൊക്കെ കടലോര ഗ്രാമങ്ങളാണ്, അതായത് കടലിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളാണ്.
അവിടെയായിട്ട് കടലാണ്. ഇവിടുന്ന് കടലോട്ട് വലിയ ദൂരമില്ല. എരിപ്പുക്കര ഇവിടുന്ന് കടലോട്ട് വലിയ ദൂരം. കടൽ കാണാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞാൻ റൂട്ട് ശ്രദ്ധിച്ചത്. നമുക്ക് കടൽ കാണാൻ വഴിയൊന്നുമില്ല, പക്ഷെ കടലാണ്. ലൂപ്പ് ലൈൻ തന്നെയാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോം. രാവിലെ ഉള്ള എണ്ണ പലഹാരം എല്ലാം അടിച്ചു കയറിയിട്ട് ഗ്യാസ് കയറിയൊരു വഴി. ഇനിയിപ്പോൾ തിരുവാരൂരിൽ നിന്നെല്ലാം ഫുഡ് കിട്ടുമോ നോക്കണം. നമ്മൾ അതിരാമപട്ടണം എത്തി. അതിരാമപട്ടണം ചെറിയ സ്റ്റേഷൻ. ഇവിടെ നിന്നും കാര്യമായിട്ട് ആരും കയറാനല്ലേ. എല്ലാവരും ഒരു വീക്കിലി ട്രെയിനെ വിശ്വസിച്ച് ആരാ വന്ന് നിൽക്കുകയല്ലേ, ആരുമില്ല. അതൊക്കെ നാട്ടുകാർ തന്നെയാന്ന് തോന്നുന്നു. നാട്ടുകാർ സമയങ്ങളും സ്റ്റേഷനൊന്നും ഇരിക്കാൻ തോന്നുന്നു ഇവിടെ. ഇതുവഴിക്ക് സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് വിളിച്ചു വന്ന ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പുറത്തോട്ട് വേണ്ട, സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ട് ഇതാണ് സോൾട്ട് പാനാണ്. ഇതാണ് സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ സൈഡ്. ഒന്നുമില്ല, ഒരു ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോം. അതിൽ ട്രെയിനുകളൊന്നും വരാറുണ്ടെന്നേ തോന്നുന്നില്ല. ഫുള്ള് തുരുമ്പിച്ച് കിടക്കാണ് ട്രാക്കൊക്കെ. നമ്മൾ അതിരാമപട്ടണത്തിൽ നിന്ന് എടുത്തു. ഇവിടെ അടുത്ത സ്റ്റോപ്പ് തിരുത്തരപ്പൂണ്ടിയിലാണ്. അതിനിടയ്ക്ക് മുത്തുപ്പേട്ട പിന്നെ എന്താ വില്ലൈ വിളാകമോ അങ്ങനെയാണ്ടൊരു സ്ഥലമുണ്ട്. അതിന് നേരെ തിരുത്തരപ്പൂണ്ടി വെച്ച് നിന്ന് തിരുത്തരപ്പൂണ്ടിയിൽ നമുക്കിന് സ്റ്റോപ്പുള്ള, അതിൻ്റെയൊക്കെ സ്റ്റോപ്പൊന്നുമില്ല. അപ്പോൾ തിരുത്തരപ്പൂണ്ടി ഒരു ജംഗ്ഷനാണ്. തിരുത്തരപ്പൂണ്ടിയിൽ നിന്ന് അഗസ്ത്യംപള്ളിയിലേക്ക് ഒരു ലൈനുണ്ട്. നമ്മൾ അഗസ്ത്യംപള്ളി തിരുത്തരപ്പൂണ്ടി ഒരു എക്സ്പെഡീഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പളങ്ങളാണ്, സോൾട്ട് പാൻസാണ്. ആ സോൾട്ട് പാൻസിന് അപ്പുറത്ത് കടലാണ്. അതിനപ്പുറത്ത് മാൻഗ്രോവ്സും, അതിനപ്പുറത്തോട്ട് മാൻഗ്രോവ്സാണ് കണ്ടൽക്കാടും, അതിനപ്പുറത്തോട്ട് കടലും. മീൻ സീ ലെവലിൽ നിന്ന് 2.94 അടി പൊക്കത്തിലാണ്. ജസ്റ്റ് 2 മീറ്റർ പൊക്കം അത്രേ ഉള്ളൂ. കടലിൽ 2.3 മീറ്റർ പൊക്കം. ഈ ട്രെയിൻ സാധാരണഗതിയിൽ ഇതുവഴി രാത്രിയിൽ മിഡിൽ ഓഫ് ദ നൈറ്റാണ് 2 ഡയറക്ഷൻ പോകുന്നത്. എറണാകുളം വേളാങ്കണ്ണി ആയാലും വേളാങ്കണ്ണി എറണാകുളം ആയാലും ഇതുവഴി ഇരുട്ടത്ത് നല്ല സ്പീഡിൽ മിഡിൽ ഓഫ് ദ നൈറ്റ് ഓടിപ്പോകുന്ന വണ്ടിയാണ്. ഇന്ന് ഫോർ ചേഞ്ച് സ്പെഷ്യൽ ട്രെയിൻ ഓടുന്നതുകൊണ്ടാണ് ഈ പകൽ വെളിച്ചത്തിൽ ഇതുവഴി ഓടുന്നത്. അതാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തത്. നമ്മളിനിപ്പോൾ കുറച്ച് ദൂരം കോസ്റ്റിനോട് പാരലായിട്ട് ഓടും. കടൽ തീരത്തിനോട് വളരെ പാരലായിട്ട് ഓടിയിട്ട് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് കയറി തിരുത്തുറപ്പൂണ്ടിയിലോട്ട് പോകും. തിരുത്തുറപ്പൂണ്ടി കുറച്ച് ഇൻലാൻഡാണ്. തിരുത്തുറപ്പൂണ്ടിയിൽ നിന്ന് ഫർദർ ഇൻലാൻഡാണ് തിരുവാരൂർ. അവിടെ നമ്മൾ തിരുവാരൂരിലേക്ക് പോകും. തിരുവാരൂർ നമ്മൾ നാഗപട്ടണത്തിൽ കയറുമ്പോൾ നാഗപട്ടണം വീണ്ടും കടൽ തീരത്താണ്. നമ്മൾ വീണ്ടും കടൽ തീരത്ത് വന്നിട്ട് അവിടെ നിന്ന് കടൽ തീരത്തോട് ചേർന്ന് വേളാങ്കണ്ണിയിലേക്ക് ഓടും. അങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട്.
ഇതായിരുന്നു മുത്തുപ്പേട്ട സ്റ്റേഷൻ. മുത്തുപ്പേട്ട കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു സ്റ്റേഷൻ കൂടി ഉണ്ടെന്ന് തോന്നുന്നു തിരുത്തുറപ്പൂണ്ടി എത്തുന്നതിന്. അപ്പോൾ എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം തെങ്ങും പനയും രണ്ടും ഉണ്ട് കേട്ടോ. അത് നൊങ്കുണ്ടാകുന്ന ഫ്രൂട്ട് പാമിര പാമാണ്. പാമിര പാമാണ്, ഫ്രൂട്ട് പാമാണത്. പിന്നെ അത് കൂടാതെ ഇതുമുണ്ട്, നമ്മുടെ തെങ്ങും ഉണ്ട്. രണ്ടും ഉണ്ട്, മിക്സ്ഡായിട്ട് കാണാനുണ്ട്. തെങ്ങും പനയും കാണാനുണ്ട്. ഇതൊരു തില്ലൈ വിലാകം സ്റ്റേഷൻ. ഇത് ക്രോസിംഗ് സ്റ്റേഷൻ, അപ്പുറത്തായിരുന്നു സ്റ്റേഷൻ ബിൽഡിങ്. ക്രോസിംഗ് സ്റ്റേഷൻ ആയിരുന്നു ഇത്. പിന്നെ അറിവ് ചിലണെങ്കിൽ അടുത്തതാണ് തിരുത്തുറപ്പൂണ്ടി. അതിനിടയ്ക്ക് വേറെ സ്റ്റേഷൻ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതാ കാണുന്ന ഇലക്ട്രിഫൈഡ് ലൈനാണ് അഗസ്ത്യംപള്ളി തിരുത്തുറപ്പൂണ്ടി ലൈന്. ഇലക്ട്രിഫിക്കേഷൻ അഗസ്ത്യംപള്ളിയിലേക്ക് പോയി തിരുത്തുറപ്പൂണ്ടിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള, അതായത് നമ്മുടെ അതിരാമ്പട്ടണം പട്ടുക്കോട്ടെ കാരക്കുടി ലൈൻ ഇലക്ട്രിഫൈ ആയിട്ടില്ല. അതിൻ്റെ വർക്ക് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഇവിടെ കൂടി വർക്ക് നടന്നത് തിരുവാരൂരിൽ നിന്ന് വന്നിട്ട് നേരെ അഗസ്ത്യംപള്ളി വരെ അവർ ഇലക്ട്രിഫൈ ചെയ്തു. അപ്പോൾ ഈ റൂട്ടിൽ വേണമെങ്കിൽ അവർക്ക് മെമു സർവീസ് ഓപ്പറേറ്റ് ചെയ്യാം. ഓപ്പറേറ്റ് ചെയ്യാം, പക്ഷേ ചെയ്യുന്നില്ല. നമ്മുടെ സദേൺ റെയിൽവേക്ക് അല്ലെങ്കിലും മെമു ഓടിക്കാൻ ഭയങ്കര മടിയാണ്. ഇതാണ് അഗസ്ത്യംപള്ളി ലൈൻ. അഗസ്ത്യംപള്ളി ലൈനിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ നമ്മുടെ യാത്ര പകുതി ദൂരത്തോളം ഇരുട്ടത്തായിരുന്നു. കാര്യം നേരം വെളുത്തില്ലായിരുന്നു. ഏർലി മോർണിംഗ് ആണ് ട്രെയിൻ. ഇതാണ് അഗസ്ത്യംപള്ളി എന്ന് വരുന്ന ലൈന്. നമ്മളിതാ ജസ്റ്റ് തിരുത്തുറപ്പൂണ്ടി സ്റ്റേഷനിലോട്ട് എത്താം. കണ്ടിട്ട് നമ്മളെ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുക്കുകയെന്നാണ് തോന്നുന്നത്. മെയിൻ ലൈൻ അല്ല, പ്ലാറ്റ്ഫോം നമ്പർ 1 ലൂപ്പിലേക്ക് കയറ്റി. ഇതാണ് തിരുത്തുറപ്പൂണ്ടി സ്റ്റേഷൻ. തിരുത്തുറപ്പൂണ്ടി ലെവൽ ക്രോസ് ചെയ്യാൻ. അന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറയേണ്ടത് ട്രിച്ചിയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് ബസ് കിട്ടുമെന്ന് പറയേണ്ടത് ലെവൽ ക്രോസ് ചെയ്യുന്ന തന്നെ. അപ്പോൾ എല്ലാവർക്കും തിരുത്തുറപ്പൂണ്ടി ജംഗ്ഷനിലേക്ക് സ്വാഗതം. സമയം 1:49. ലേറ്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ അത്യാവശ്യം മേക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. എനിക്കൊന്ന് വേളാങ്കണ്ണി എത്തുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ മേക്കപ്പ് ചെയ്ത് തോന്നും. അടുത്ത സ്റ്റേഷൻ തിരുവാരൂരാണ്. തിരുവാരൂരിൽ നിന്ന് ഭക്ഷണമെല്ലാം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ. ഇവിടെ നമുക്കൊരു കഷ്ടി അരമണിക്കൂർ മതി തിരുവാരൂർ എത്താൻ. സമയം ഇപ്പോൾ 1:50. ഇതാണ് തിരുത്തുറപ്പൂണ്ടി സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്. ഇവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. പ്ലാറ്റ്ഫോം 2, 3 കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഗുഡ്സ് അൺലോഡിങ് സൈഡിങ്ങും ഉണ്ട്. ഗുഡ്സ് അൺലോഡിങ് വലിയൊരു യാർഡും സൈഡിങ്ങും ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി ആയിക്കഴിഞ്ഞു. അഡ്വാൻസ്ഡ് പച്ചയാണ്, സ്റ്റാർട്ടർ മഞ്ഞയാണ്. ഒരു ഉടനെ എടുത്ത് പോവും. അപ്പോൾ നമ്മളങ്ങനെ തിരുത്തുറപ്പൂണ്ടി സന്ധിപ്പിൽ നിന്ന് പുറപ്പെട്ടു. തിരുത്തുറപ്പൂണ്ടിയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ഒരു പുതിയ റെയിൽവേ ലൈൻ വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ട്രെയിനൊക്കെ നേരെ അങ്ങനെ വേളാങ്കണ്ണി പോയി കയറാൻ പറ്റും.
ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു ആ ലൈൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈനില്ലേ, വേളാങ്കണ്ണിയിലേക്ക് ഒരു പുതിയ ലൈൻ വരുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ നിന്നങ്ങാണ്ട് തിരിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. അതിന് കുറേ കൾവേർട്ടും ഒക്കെ പണിത് കഴിഞ്ഞായിരുന്നു ഓൾറെഡി. ഈ മണ്ണിട്ടിരിക്കുന്ന അതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ മണ്ണൊക്കെ ഇട്ടിരിക്കുന്ന കാര്യം അപ്പുറത്ത് മണ്ണിട്ടിട്ടുണ്ട്, മണ്ണിട്ടിട്ടുണ്ട്, റീറ്റൈനിങ് വാൾ പണിതിട്ടുണ്ട്. അതാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരുവാരൂരിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. തിരുവാരൂരിന് മുമ്പ് ഒരു ഭീമൻ വളവുണ്ട്. വളഞ്ഞാണ് വണ്ടി തിരുവാരൂർ സ്റ്റേഷനിലേക്ക് കയറുക. ഭീമൻ വളവ് എത്താറായെന്ന് തോന്നുന്നു. സ്പീഡ് നല്ലോണം കുറച്ചു എന്തായാലും. അപ്പോൾ തിരുവാരൂരിൽ ഫുഡ് എന്തെങ്കിലും കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ അറിയില്ല ഇത്ര ലേറ്റ് ആവുന്നതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ടാവുമെന്ന്. പിന്നെ നമ്മുടെ കോച്ച് പുറകിലായതുകൊണ്ട് നമ്മൾ ഏകദേശം റിഫ്രഷ്മെൻറ്റ് റൂമിൻ്റെ ഫ്രണ്ടിൽ വരും. അതാണൊരു സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ നാഗപട്ടണത്താണ് സ്റ്റോപ്പ്. നാഗപട്ടണം കഴിഞ്ഞ് നേരെ വേളാങ്കണ്ണിയിലേക്ക് ചെല്ലും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ വേളാങ്കണ്ണിയിൽ നിന്ന് എൻ്റെ റിട്ടേൺ യാത്ര ബസ്സിനാണ്. 7:30 മറ്റുമാണ്, പ്രൈവറ്റ് ബസ്സാണ്. കാരണം നമുക്ക് റിട്ടേൺ കാരേക്കൽ എക്സ്പ്രസ്സിന് ടിക്കറ്റ് കിട്ടിയില്ല. അത് കിട്ടാഞ്ഞാൽ നന്നായി ഇപ്പോൾ തോന്നുന്നു. കാര്യം നല്ല ടൈറ്റാണ്. ഈ വണ്ടി ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നാഗപട്ടണത്തിൽ ഇറങ്ങേണ്ടി വരും. അത് വേണ്ട, നമുക്ക് വേളാങ്കണ്ണി വരെ തന്നെ പോകാം. ഇവിടെ ഓയിൽ മൈനിങ് ആണ്, കണ്ടോ? എണ്ണക്കിണറുകൾ, എക്സ്പ്ലോറേഷൻ എൻ്റെ അറിവിൽ. നമ്മുടെ കഴിഞ്ഞ യാത്രയിലൊക്കെ ഇത് നിറച്ച് വെള്ളമായിരുന്നു. ആ കാണുന്ന തിരുവാരൂർ ഹോം സിഗ്നലാണ്. ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ട്രിച്ചി എന്ന് വരുന്ന ലൈന്. ട്രിച്ചി തഞ്ചാവൂരിൽ നിന്ന് അങ്ങനെ തിരുവാരൂരിലേക്ക് വരുന്ന ലൈൻ ഇപ്പുറത്തെ സൈഡിലാണ് വന്ന് കയറുന്നത്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. വളവിനൊരു 15 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അത്രയും ഷാർപ്പ് വളവാണ്. ഈ കാണുന്ന ഷെഡ് ഉണ്ടല്ലോ, ഈ ഷെഡ് പഴയ ഇതാണ്, എന്താ പറയുക, ഡീസൽ ലോക്കോ ഷെഡാണത്. മീറ്റർ ഗേജ് കാലത്തെ ഡീസൽ ലോക്കോ ഷെഡായിരുന്നു ഇതിപ്പോൾ ട്രാക്ക് മെയിൻ്റനൻസ് യൂണിറ്റുകളുടെ ഡിപ്പാണ്. അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. മൊത്തത്തിൽ പൊളിഞ്ഞു വന്നു തുടങ്ങി. അപ്പുറത്തെ 3 ഡീസൽ ലോക്കോസ് കിടക്കുന്നതാണ്. അതായത് പണ്ട് മീറ്റർ ഗേജ് ലോക്കോസ് വരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. മെയിൻ ലൈനിൽ ഏതോ ട്രെയിനിന് പച്ച സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ടുവേർഡ്സ് തഞ്ചാവൂർ പോകുന്ന ഏതോ ഒരു ട്രെയിൻ ഇപ്പോൾ ഡിപ്പാർട്ടായി പോകുന്നുണ്ട്. ഈ ലോക്കോസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനാണോ സിഗ്നൽ എന്നറിയില്ല കേട്ടോ. അല്ല, ലോക്കോ നിൽക്കുന്ന ലൈനിലല്ല, മെയിൻ ലൈനിലാണ്. അപ്പം നമ്മളങ്ങനെ തിരുവാരൂർ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ തിരുവാരൂർ സ്റ്റേഷനിൽ വന്നിട്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് ട്രെയിനിന് യാത്ര തുടരാൻ പറ്റിയില്ല. നമ്മൾ എന്നിട്ട് കഴിഞ്ഞ വർഷം ബസ്സിനായിരുന്നു യാത്ര തുടർന്നത്. കാരണം ട്രെയിനിന് പോകാൻ നോക്കിയിട്ട് ട്രെയിൻ ഫുള്ളായിരുന്നു. ട്രിച്ചിയായിരുന്നു എന്ന് പോകാൻ എന്നിട്ട് ഞാൻ എന്നിട്ട് കഴിഞ്ഞ വർഷം ഇവിടുന്ന് ബസ്സിന് കയറിയായിരുന്നു പോയത്. അവിടെ ഏതൊരു പാസഞ്ചർ നിൽക്കുന്നുണ്ട്, അതിനുള്ള സിഗ്നലാണെന്ന് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് തിരുവാരൂർ ജംഗ്ഷനിലോട്ട് പ്രവേശിക്കുന്നു. ടു 2902 അരക്കോണത്തിൻ്റെ ലോക്കമാണ്. അത് മിക്കവാറും കാരേക്കൽ തഞ്ചാവൂർ പാസഞ്ചർ ആവാനാണ് സാധ്യത.
ട്രിച്ചി കാരേക്കാൽ അതന്നെ ഞാൻ പറഞ്ഞ വണ്ടി തന്നെയാണ്. കാരേക്കാൽ തഞ്ചാവൂർ പാസഞ്ചറാണത്. ഭക്ഷണം മേടിക്കാനായിട്ട് ആൾക്കാർ ഓടി വരുന്നുണ്ട്. കാര്യം ഇവിടുന്ന് ഭക്ഷണം കിട്ടിയാലേ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. ഇനിയും കൊണ്ട് ഡ്രൈ റണ്ണ്. അപ്പോൾ നമുക്ക് കിട്ടി ഒരു ലെമൺ റൈസും ഒരു വടയും മേടിച്ചു. 50 രൂപ ഉള്ളതാട്ടോ. നമുക്ക് വന്ന് പോയി ഫുഡ് കഴിക്കാം. ഇവിടുന്ന് വിടുമ്പോഴേക്കും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡിപ്പാർച്ചറും ഇവിടുന്ന് കൊണ്ടുള്ള ട്രിപ്പൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ലഞ്ച് ലെമൺ റൈസ്. അപ്പോൾ ഇത് കഴിച്ചിട്ടിരിക്കാം. നമ്മുടെ കോച്ചിന് നേരെ ഫ്രണ്ടിലായിരുന്നു VRR വന്നത്. ഇതായിരുന്നു VRR. അയാളുണ്ടായിക്കൊണ്ടുന്ന സാധനങ്ങളൊക്കെ തീർന്നുപോയി. വളരെ കുറച്ച് ലെമൺ റൈസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ വട ഉണ്ടായിരുന്നു കുറച്ച്. അതെല്ലാം കാലിയായി. അയാളുടെ കയ്യിൽ സ്നാക്സ് മറ്റേ പാക്കേജ് സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെ തിരുവാരൂർ ജംഗ്ഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് വെജിറ്റേറിയൻ റിഫ്രഷ്മെൻറ്റ്. ഞാൻ ഇവിടുന്ന് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടിപൊളി ഫുഡായിരുന്നു. അതല്ലാണ്ട് ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്. സമയം ഇപ്പോൾ 2:31. ഇനി 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓടിയെത്തിയാൽ നമ്മൾ ഓൺ ടൈം വേളാങ്കണ്ണിയിലെത്തും. എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് എങ്ങനെ പിടിച്ചാലൊരു 1/4 മണിക്കൂർ എടുക്കും നമ്മൾ നാഗപട്ടണം എത്താൻ തന്നെ. അവിടെ പിന്നെ ലോക്കോ റിവേഴ്സലുണ്ട്, അതിനും കുറേ സമയം എടുക്കും. അപ്പോൾ അത് രണ്ടും കൂടി കഴിഞ്ഞ് വരുമ്പോൾ ട്രെയിൻ എന്തായാലും വേളാങ്കണ്ണിത്തെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും വേളാങ്കണ്ണി എത്തുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഞാനൊന്ന് കുളിക്കാനും ഫ്രഷപ്പൊക്കെ ആവാൻ വേണ്ടി വേളാങ്കണ്ണിയിലെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കാണിച്ചു തരാം. അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. നമ്മളങ്ങനെ തിരുവാരൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4 നിന്നും പുറത്തോട്ടിറങ്ങണം. ഇതൊരു ബെമൽ ബിൽറ്റ് ടവർ കാറാണ്. നമ്മുടെ ICA ബിൽഡിനെക്കാട്ടും സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ് ലുക്കില്ലേ. അപ്പോൾ നമ്മളങ്ങനെ തിരുവാരൂർ ജംഗ്ഷനിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നു. ഇവിടെയാണ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസൊക്കെ. അപ്പോൾ തിരുവാരൂർ ജംഗ്ഷൻ ആവാനുള്ള കാരണം തിരുവാരൂർ 4 ലൈനുണ്ട്. ഒന്ന് നമ്മൾ വന്ന ലൈന്, തിരുത്തുറപ്പുണ്ടിയിൽ നിന്ന് വന്ന ലൈന്. അതുകൂടാതെ തഞ്ചാവൂരിൽ നിന്ന് വരുന്നൊരു ലൈനുണ്ട്. രണ്ടും ആ സൈഡിൽ. ഇപ്പുറത്തെ സൈഡിൽ ഒരു ലൈൻ നേരെ മയിലാടുതുറയിലേക്ക് പോകും, ഒരു ലൈൻ നാഗപട്ടണത്തിലേക്ക് പോകും. നമ്മളിപ്പോൾ നാഗപട്ടണം ലൈനിലാണ് നമ്മളുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മയിലാടുതുറ ലൈനിൽ ലെഫ്റ്റിലേക്കും പോകും. അതിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയോണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ മയിലാടുതുറ ലൈനിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് മയിലാടുതുറ ലൈനിൽ. ഇനിയൊരു പ്രാവശ്യം കൂടി വരുന്നുണ്ട്. കാര്യം പേരളം കാരേക്കാൽ റെയിൽവേ ലൈനിൻ്റെ കൺസ്ട്രക്ഷൻ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം കൂടി വരും. ഇതായിരുന്നു ഇപ്പുറത്തെ സൈഡ്. മൊത്തം 5 പ്ലാറ്റ്ഫോം ഉണ്ട് സ്റ്റേഷനിൽ. തിരുവാരൂർ സ്റ്റേഷനിലും മറ്റേ നമ്മുടെ അമൃത് ഭാരത് റീബിൽഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് വളഞ്ഞു പോകുന്നതാണ് മയിലാടുതുറയിലേക്ക് പോകുന്ന ലൈന്. നമ്മൾ നേരെ നാഗപട്ടണം ലൈനിലേക്കാണ് കയറാൻ പോകുന്നത്. മയിലാടുതുറ ലൈൻ എന്ന് പറയുന്നത് ഇതിവിടുന്ന് നേരെ തിരുവാരൂർ, പേരളം, മയിലാടുതുറ അങ്ങനെ പോകും. അവിടുന്ന് ഫർദർ അത് മുന്നോട്ട് ചിദംബരമൊക്കെ വഴി ടുവേർഡ്സ് വിഴുപ്പുരം, ചെന്നൈ അങ്ങനെയൊക്കെ പോകും. നമ്മളിപ്പോൾ കയറിയിട്ടുള്ളതാണ് നാഗപട്ടണം ലൈന്. ഈ ലൈന് നാഗപട്ടണം, നാഗൂർ അങ്ങനെ കാരേക്കാൽ പോയി അവസാനിക്കും. നമ്മുടെ എറണാകുളം കാരേക്കാൽ എക്സ്പ്രസ് ഇതുവഴിയാണ് പോകുന്നത്. നമ്മൾ ഇതുവഴി എറണാകുളത്ത് നിന്ന് കാരേക്കാൽ പാലക്കാട് നിന്ന് കാരേക്കാലിലേക്ക് ഒരു യാത്ര നമുക്ക് പോയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ലൈൻ കാണുന്നുണ്ടെങ്കിലും ഡബിൾ ലൈനൊന്നുമല്ല, ഇത് ഇവിടം വരെ ഉള്ളൂ. ഷണ്ടിങ് ലൈനാണിത്.
സിംഗിൾ ലൈൻ തന്നെയാണ്. നമുക്ക് അങ്ങ് വരെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ കൊല്ലം മുതൽ നമ്മൾ കൊല്ലത്തുനിന്ന് വിട്ടപ്പോൾ മുതൽ നമുക്കിനി ഇവിടെ എത്തുന്നവരെ സിംഗിൾ ലൈൻ തന്നെയാണ്, വേളാങ്കണ്ണി എത്തുന്നവരെ. അപ്പം നമ്മൾ ജസ്റ്റ് നാഗപട്ടണം സ്റ്റേഷനിലോട്ട് എത്തുന്നു. ഇടയ്ക്ക് വെച്ചൊരു ഫ്ലൈറ്റിനെ ക്രോസ് ചെയ്തായിരുന്നു, പക്ഷേ ആ സമയത്ത് അകത്തിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ നാഗപട്ടണം സ്റ്റേഷനിലേക്ക് കയറും. നാഗപട്ടണം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ചെയ്യും, ലോക്കോ റിവേഴ്സ് ചെയ്യും. അപ്പോൾ അതാ കാണുന്ന അവിടെ ഒരു ബ്രോഡ് ഗേജ് ഇലക്ട്രിഫൈഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് നാഗപട്ടണം വേളാങ്കണ്ണി ലൈൻ. അതിലേക്കാണ് നമുക്ക് കയറേണ്ടത്. നമ്മളിപ്പോൾ നാഗപട്ടണം സ്റ്റേഷനിൽ കയറി റിവേഴ്സ് ചെയ്തിട്ട് ആ ലൈനിലേക്കാണ് കയറാൻ പോകുന്നത്. ഇതാണ് വേളാങ്കണ്ണി ലൈന്. നമ്മൾ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ്സിൽ പോയപ്പോൾ ഇതൊക്കെ ഇരുട്ടത്തായിരുന്നു പാസ് ചെയ്ത്. നമുക്കെല്ലാം പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വേളാങ്കണ്ണി ലൈൻ ഇവിടെ നിന്ന് തീരുകയാണ്. അതിന് മുമ്പ് ഇങ്ങോട്ട് മാജിതായിരുന്നു, ഇവിടെ നിന്ന് വേളാങ്കണ്ണി ലൈൻ തീരുകയാണ്. നമ്മളിന്നിപ്പോൾ ഈ പുഴ കടന്ന് അക്കരെ ചെന്നിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് ഇത് കയറും. സ്റ്റേഷനിലേക്ക് എന്ന് പറയുമ്പോൾ നാഗപട്ടണം സ്റ്റേഷനിലേക്ക്. ഇതൊരു ചെറിയൊരു പുഴയാണ്. ഇത് കടലിലേക്ക് ചെല്ലുന്ന ചേരും അല്പം മുന്നിലായിട്ട്, കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ടാണ് കടൽ. ഇതായിരുന്നു ദേവനദി. ദേവനദിയാണ് നമ്മൾ പാസ് ചെയ്ത്. നമ്മൾ ജസ്റ്റ് നാഗപട്ടണം സ്റ്റേഷനിലേക്ക് കയറുന്നു. എനിക്കൊന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ കയറ്റും തോന്നുന്നു. അത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറുന്നത്. ഇനിയിപ്പോൾ ലോക്കോ റിവേഴ്സ് ചെയ്ത് ഇതൊന്ന് കപ്പിൾ ചെയ്തിട്ട് നമ്മളെല്ലാം വേളാങ്കണ്ണിയിലോട്ട് പോകും. ഇവിടെ ലോക്കോ റിവേഴ്സിൽ കുറച്ച് സമയം എടുക്കും, ഒരു 10-20 മിനിറ്റെങ്കിലും എടുക്കും നമുക്കിവിടെ. കാരണം ഇവിടെ പുറത്ത് പോയി തിരിച്ചു വരേക്ക് വേണം, കുറച്ച് സമയം എടുക്കും ഇവിടെ ലോക്കോ റിവേഴ്സിൽ. അവിടെ ലെവൽ ക്രോസ് ഉണ്ട്, അപ്പോൾ ലെവൽ ക്രോസ് അടച്ചിട്ടാൽ മാത്രമേ ഷണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് അവർ തീർക്കും. ഇതാണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, ഇത് പ്ലാറ്റ്ഫോം തീരുന്ന തന്നെ ഒരു ലെവൽ ക്രോസിലേക്കാണ്. സ്റ്റേഷൻ നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷനാണ്. അവിടെ ഒരു ഷെൽട്ടേഡ്, വലിയ ഷെൽട്ടേഡ് റൂഫുള്ളൊരു പ്ലാറ്റ്ഫോം സെക്ഷനൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇത് പണ്ട് മറ്റേ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു നാഗപട്ടണം. അതിൻ്റെ പഴയ സ്ട്രക്ചറൊക്കെ അപ്പുറത്തെ എൻഡിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സ്റ്റേഷൻ അങ്ങേ അറ്റത്താണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, പക്ഷെ അവിടെ പോയി അതൊക്കെ കാണാൻ പറ്റും. ഞാൻ ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ജസ്റ്റ് നാഗപട്ടണം ജംഗ്ഷനിലേക്ക് തിരികെയാണ്. അവിടെ ഫ്രണ്ടിലോട്ട് മാറി ഞാൻ നേരത്തെ പറഞ്ഞ ഷെൽട്ടേഡ് പോർഷൻ കാണാം. അവിടെ ആണ് സ്റ്റേഷൻ ബിൽഡിംഗ് ഉള്ളത്. അവിടെ ഒരു ഇതൊക്കെ ഉണ്ട്, എന്താ പറയുന്നത്, റിഫ്രഷ്മെൻറ്റ് റൂമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫുഡും കിട്ടും അവിടെ. ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇതൊരു ടിപ്പിക്കൽ ബ്രിട്ടീഷ് ആർക്കിടെക്ചറുള്ള സ്റ്റേഷനാണ്. അങ്ങനത്തെ വലിയ ഷെൽട്ടറുമൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പണ്ട് സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. മണി 3 ആയിട്ടില്ല, ഇപ്പോൾ സമയം ഏകദേശം 2:58. നമ്മൾ ലോക്കോ ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് വരുന്നുണ്ട്. ഇത് ഇവിടുന്ന് പാസ് ചെയ്ത് പോയിട്ട് അവിടെ കപ്ലിംഗ് സ്ഥലത്ത് പോയി നിൽക്കാമെന്ന് വെച്ചിട്ടാണ്.
നമ്മുടെ ലോക്കോ ഷണ്ട് ചെയ്ത് പോയി. ഇനിയിപ്പോൾ പോയി അപ്പുറത്ത് പോയി ഗേറ്റ് കടന്ന് പുറത്ത് പോയി റിവേഴ്സ് ചെയ്ത് വന്ന് കപ്പിൾ ചെയ്യണം. നമ്മൾ ലോക്കോ ജസ്റ്റ് ഷണ്ട് ചെയ്ത് തിരിച്ചു വരുന്നു. WDP 4D 40133. അങ്ങോട്ട് നല്ല വെയിലുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പോകാഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. നമ്മൾ ലോക്കോ ജസ്റ്റ് തിരിച്ചു വരുന്നു. ഇവിടെ ട്രെയിനിൻ്റെ പേര് ബോർഡൊന്നുമില്ല. അപ്പോൾ 40133 ഇപ്പുറത്തൊന്ന് ചാർജ് എടുത്തു. കഴിഞ്ഞ വശം നമ്മൾ ഇതേ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ നമുക്ക് WDG3 ആയിരുന്നു എറണാകുളത്തിൻ്റെ. ഇപ്രാവശ്യം നമുക്ക് ഗോൾഡൻ റോക്കിൻ്റെ 40133. അപ്പോൾ ലോക്കോ ചാർജ് എടുത്തതേക്ക് നമുക്കിത് തിരിച്ച് നമ്മുടെ കോച്ചിലേക്ക് പോകാം. നമ്മുടെ ലോക്കോയുടെ കണക്ഷനും അതുപോലെ ബ്രേക്ക് ടെസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് ഇവിടെ. മീൻവൈൽ കാരൈക്കൽ ട്രിച്ചി പാസഞ്ചറാണെന്ന് തോന്നുന്നു. ഒരു ഡെമോ കയറി വരുന്നുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക്. ഡെമോ അവിടെ നിന്നും തോന്നുന്നു. ഡെമോ അവിടെ നിന്നു. ഡെമോ ആദ്യം പുറപ്പെട്ടു. നമ്മുടെ ബ്രേക്ക് ടെസ്റ്റ് ഒന്നും കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഡെമോ ആദ്യം ഇറങ്ങിപ്പോവും. ഡെമോ ഇറങ്ങിപ്പോയി ലൈൻ ക്ലിയർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഡെമോ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഇവൻ ഈ ബ്ലോക്ക് ക്ലിയർ ചെയ്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം കിടന്നിട്ട് നാഗപട്ടണത്തു നിന്ന് ഫൈനലി സ്റ്റാർട്ട് ചെയ്യണം. സമയം ഇപ്പോൾ 3:36. RPF ബാരക്കാണ്. കണ്ട് എന്ത് പഴയ കെട്ടിടമാണെന്നുണ്ടോ അത്. അതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ പണിത് കെട്ടിടമാകാൻ സാധ്യത. ഇത് നാഗപട്ടണം ജംഗ്ഷൻ RRA ക്യാബിനാണ് ഈ കാണുന്നത്. ഇവരാണ് ഈ ചുറ്റുവട്ടത്തുള്ള ലൈനുകളെല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നാഗപട്ടണം സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇതായിരുന്നു നാഗപട്ടണം സന്ധിപ്പ്. ഇനിയിപ്പോൾ നാഗപട്ടണം സ്റ്റേഷനിൽ നിന്ന് അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കാരൈക്കൽ എറണാകുളം എക്സ്പ്രസ് ആണ്. നമ്മളിന്ന് അതിന് തിരിച്ചു പോയതെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ യാത്ര അവസാനിപ്പിച്ചേനെ. ഞാൻ വേളാങ്കണ്ണിക്ക് പോയില്ലായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയേനെ. കാരണം നമുക്ക് വേളാങ്കണ്ണിയിലോട്ട് പോകുന്നത് നല്ല ടൈറ്റ് ആവും. ഇല്ലെങ്കിൽ ടൈറ്റ് ആവില്ല. 4:30 അവിടെ നിന്നൊരു ഡെമോ ഉണ്ട്. ഡെമോ കയറി തിരിച്ചു വന്നാൽ മതി. അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ എന്നാലും നല്ല ടൈറ്റ് ആയേനെ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുന്നു. നമ്മൾ ജസ്റ്റ് നാഗപട്ടണം സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. നേരത്തെ പാസ് ചെയ്ത അതേ പാലമാണ്. പക്ഷെ ഇവിടെ കണ്ടു, ഇവിടെ പഴയ പാലത്തിൻ്റെ ബേസ്മെൻറ്റ് കാണാനുണ്ട്. പണ്ട് ആർച്ച് ബ്രിഡ്ജ് ആയിരുന്നു തോന്നുന്നു. അതിൻ്റെ ബേസാണ് ഈ കാണുന്നത്. ഒരു കനാല് പോലെ ഉണ്ട് ഇപ്പുറത്തെ സൈഡ്. കെട്ടിയിട്ടൊക്കെ ഉണ്ട് സൈഡ് വൃത്തിയായിട്ട്. പിന്നെ ഇവിടെ വേസ്റ്റ് കൂനയാണ്. എനിക്കൊന്നും മറ്റേ വേസ്റ്റ് ഡംപിങ് ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ഉടനെ നമ്മൾ വേളാങ്കണ്ണി ലൈനിലോട്ട് കയറുകയാണ്. നമ്മളിപ്പോൾ എക്സിറ്റ് ചെയ്യുന്ന ലൈനാണ് നമ്മൾ തിരുവാരൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ലൈനാണ്. ഈ ലൈൻ നേരെ തിരുവാരൂരിലേക്ക് പോകും. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ലൈനാണ് വേളാങ്കണ്ണി ലൈന്. ഇതാണ് വേളാങ്കണ്ണിയിലോട്ട് പോകുന്ന ലൈൻ.
എൻജിൻ പറഞ്ഞു തുടങ്ങി. ഇപ്പുറത്തുനിന്ന് തിരുവാരൂർ ലൈൻ പോകുന്നത് കാണാം. അതാണ് തിരുവാരൂർ ലൈന്. തിരുവാരൂർ ലൈൻ അങ്ങനെ നേരെ തിരുവാരൂരിലേക്ക് പോകുന്നു. നമ്മൾ നേരെ വേളാങ്കണ്ണിയിലോട്ട് പോകുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കവർ ചെയ്യാൻ, റൈറ്റ് സൈഡിൽ നല്ല വെയിലും ചൂടും. ലെഫ്റ്റ് സൈഡും അത്ര വെയിലും ഇതൊന്നുമില്ല, നല്ല വളവുമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തിരുത്തുറപ്പൂണി എന്നുള്ളൊരു റെയിൽവേ ലൈൻ ഇവിടെ എവിടെയോ വന്ന് കയറും. അതിന് പക്ഷേ കൺസ്ട്രക്ഷൻ ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ എനിക്കൊന്ന് മീൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. വറ്റി വരണ്ട് കിടക്കണം ഇപ്പോൾ. അതിൻ്റെ അടിവശമൊക്കെ അവർ വൃത്തിയാക്കുകയാണ്, ട്രാക്ടർ കൊടുത്ത് വൃത്തിയാക്കുകയാണ്. ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും, നാഗപട്ടണം ലൈറ്റ് ഹൗസ്. അതിന് തൊട്ടപ്പുറത്ത് കടലാണ്. അപ്പോൾ ആ കാണുന്ന മരങ്ങളുടെ അപ്പുറത്ത് കടലാണ്. നമ്മൾ ജസ്റ്റ് വേളാങ്കണ്ണിയിലേക്ക് കയറാൻ പോകുന്നത്. ഈ കാണാനാണ് വേളാങ്കണ്ണി ഹോം സിഗ്നൽ, അതിനപ്പുറത്ത് കാണാനാണ് സ്റ്റേഷൻ. അത്രേ ഉള്ളൂ, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. നാഗപട്ടണത്തിൽ എനിക്കൊന്ന് കഷ്ടി ഒരു 9 കിലോമീറ്റർ മറ്റും ഉണ്ടാവുള്ളൂ. 9 കിലോമീറ്റർ 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ വേളാങ്കണ്ണിയിലേക്ക്. നമ്മൾ നേരെ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ഒന്ന് എടുക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഡിലേയോടുകൂടി വേളാങ്കണ്ണിയിലേക്ക് വന്ന് കയറുകയാണ്. വേളാങ്കണ്ണി സ്റ്റേഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷ്രൈനാണ്. ഇന്ത്യയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷനാണ്. എന്നാലും ഇവിടെ തന്നെ ഇതേ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ചെന്നൈയിൽ നിന്ന് വേളാങ്കണ്ണിയിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. അത് ബേസിക്കലി റിവേഴ്സലിൻ്റെയാണ് ബുദ്ധിമുട്ട്. ആ പേരളം കാരേക്കലിലേക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മയിലാടുതുറ പേരളം കാരേക്കൽ അങ്ങനെ കയറി വേളാങ്കണ്ണിയിൽ വന്ന് അവസാനിക്കുന്ന ട്രെയിനുകൾ വരും. ജസ്റ്റ് വേളാങ്കണ്ണി സ്റ്റേഷനുള്ളിലേക്ക് കയറുന്നു ഇപ്പോൾ. എൻ്റെ പിന്നെ ബാഗൊക്കെ പാക്ഡാണ്. ആകെ പോയി ബാഗിങ് എടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതി.
അപ്പോൾ നമ്മളങ്ങനെ വേളാങ്കണ്ണി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ആ കിടക്കുന്നതാണ് ഡെമോ. ഇത് ഇവിടുന്ന് 4:30 പോവും. ഇതിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാരേക്കൽ എറണാകുളം എക്സ്പ്രസ് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുന്ന് 4:30 പോകുന്ന വേളാങ്കണ്ണി കാരേക്കൽ ഡെമോ. ഇതിന് പോയി കഴിഞ്ഞാൽ കാരേക്കൽ എറണാകുളം എക്സ്പ്രസ് നമുക്ക് നാഗപട്ടണത്തു നിന്ന് പിടിക്കാൻ പറ്റും. 4:55 നാഗപട്ടണം എത്തും. അവിടുന്ന് 5:10 എറണാകുളം വണ്ടി പോവുക. സുഖമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഫൈനലി 3:57 നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് എത്തി. 3/4 മണിക്കൂർ ലേറ്റാണ്. 42 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് പ്ലാറ്റ്ഫോം 1ലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയറിംഗ് റൂമിലെത്താം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റിട്ടയറിംഗ് റൂമിൻ്റെ വിഷ്വൽസ് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് എല്ലാം ഉണ്ട് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കണ്ടൻറ്റ് ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. തിരിച്ചുള്ളത് ബസ് യാത്രയാണ്. അപ്പോൾ ഇനി റിട്ടേൺ യാത്രയുടെ വീഡിയോ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും this is Binay Shankar signing off from Platform 7. See you again in the next video. Until then, bye bye.